ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വിളക്കൊന്നും വെക്കുന്നില്ല കേട്ടോ. നമുക്ക് വിളക്കൊന്നും വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ. അതേ രാവിലെ എഴുന്നേറ്റു, കുറച്ച് നേരം നമ്മുടെ ഫ്രണ്ടിലൊക്കെ നോക്കി നിൽക്കുമ്പോൾ 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ സൂര്യോദയം കാണാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതിയിലൊക്കെ നോക്കി നിൽക്കുമ്പോൾ അതേ ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുള്ളതാണ്, ഇതുപോലെ ഒരുപാട് പക്ഷികളാണല്ലോ വീടിന് മുന്നിൽ. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിവിടെ തൊട്ടടുത്തൊരു ലേക്ക് ഉള്ള കാരണം കൊണ്ട് അവിടെ ഇങ്ങനെ മൈഗ്രേഷൻ ബേർഡ്സ് ഒക്കെ വന്നിരിക്കും. അപ്പം ഞാൻ ഓരോന്നിനെ കാണുമ്പോഴൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചേക്കെ. മിക്കവാറും എല്ലാ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സ് ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇവരെയൊക്കെ കാണാനും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ പണ്ട് തൊട്ടേ എൻ്റെ ഒരു ഹോബിയാണ്. അപ്പം എൻ്റെ നാട്ടിലായിരുന്നപ്പോഴും കല്യാണത്തിന് മുന്നേയും ഞാൻ ഇങ്ങനെ ഇതുങ്ങളെയൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അന്ന് എൻ്റെ അടുത്ത് ഫോണൊന്നും ഇല്ല, പക്ഷെ കണ്ടുകൊണ്ട് നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതേ കുറേ പക്ഷികളെയൊക്കെ കണ്ടു കേട്ടോ അന്ന് പതിവ് പോലെ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ പാർക്കിൽ നടക്കാൻ വന്നേക്കാണ്. ഇപ്പോൾ കുറേ നാളായി നടക്കാനൊക്കെ വന്നിട്ട്. ഇപ്പോൾ ഹസ്ബൻഡിന് ഇപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇന്നൊന്ന് നടക്കാൻ വന്നതാണ്. ഇപ്പോൾ എനിക്കാണെങ്കിൽ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ എക്സസൈസ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് പബ്ലിക്കായിട്ട് തന്നെ ഇവിടെ നിന്നിട്ട് എക്സസൈസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഹസ്ബൻഡും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കൈക്കും കാലിനും ഉള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ചെയ്യും. പിന്നെ കുറച്ച് നേരം നടക്കും. അപ്പോൾ നല്ല രസമാണ്. നമ്മൾ രാവിലെ ഇങ്ങനെ ഹസ്ബൻഡിന് ജോലിയൊക്കെ തിരക്കൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലാണ് നടക്കാൻ വരാൻ പറ്റുള്ളൂ. പിന്നെ അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ടെറസിന്റെ മേലെ പോയിട്ടേ നടക്കാൻ പറ്റുള്ളൂ. എന്നാലും എനിക്ക് വീട്ടിൽ നടക്കുന്നേക്കാളും പുറത്ത് പോകുന്നതാണ് ഇഷ്ടം. പിന്നെ ഈ സമ്മർ സമയത്തെ നമ്മുടെ ഇവിടുത്തെ ചെന്നൈയിലെ പാർക്കിലൊക്കെ ഒരുപാട് മരങ്ങൾ നിൽപ്പുണ്ടല്ലോ. അപ്പം സമ്മർ സമയമാകുമ്പോൾ നമ്മുടെ പാർക്കിലുള്ള മരങ്ങളിലൊക്കെ ഇല കൊഴിയാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ചില്ലകൾ മാത്രം നിൽക്കുക. അപ്പോൾ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ വരുമ്പോഴൊക്കെ വീഡിയോ എടുക്കും. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് കളിയാക്കും, നീ നടക്കാനല്ലേ വരുന്നത്, വീഡിയോ എടുക്കാനാണോ വരുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം ഞാൻ നടക്കാൻ വരുന്നതിൻ്റെ ഭൂരിഭാഗം സമയവും ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെയാണ് പോകുന്നത്. പിന്നെ ഇവിടെയും കുറേ ചെടികളും മരങ്ങളും പൂക്കളും പക്ഷികളും മൃഗങ്ങളും എല്ലാം കൂടി കാണുമ്പോൾ എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഇതൊക്കെ കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ. അപ്പം അങ്ങനെ അതൊക്കെ നോക്കിയൊക്കെ നിൽക്കും. ഹസ്ബൻഡ് ഇതിൻ്റെ നന്നായിട്ട് തന്നെ നടക്കുകയും ഓടുകയും വീർക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ 1-2 റൗണ്ട് നടക്കും, പിന്നെ വീണ്ടും വരും, ഇരിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ നടത്തം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം 1 മാസം ആയും തോന്നുന്നു നടക്കാൻ വന്നിട്ട്. അങ്ങനത്തെ വന്നതാണ്. പിന്നെ തലേ ദിവസം തന്നെ നമ്മൾ ഗ്രോസറി എടുക്കാനൊക്കെ പോയിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ ഞാൻ കൈയോടെ എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ തലേന്ന് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. കാരണം വെയിലത്താണ് നമ്മൾ പോയത്. അപ്പോൾ എനിക്ക് വെയിലും കൊണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് അവിടെ വെച്ചിരുന്നു. പിന്നെ ആമിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും ഒക്കെ. അപ്പോൾ അവൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അവൾക്കും സമയമൊന്നും കിട്ടിയില്ല ഹോംവർക്ക് എഴുതാനും ട്യൂഷന് പോകാനും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാനും അവളും ഇതെടുത്ത് വെക്കാനായിട്ട് തയ്യാറെടുത്തില്ല. പിറ്റേന്ന് രാവിലെയാണ് എല്ലാം എടുത്തുനിന്ന് വെക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ നടക്കാനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഓട്സൊക്കെ കഴിച്ചതിന് ശേഷമാണ് സാധനങ്ങളൊക്കെ പെറുക്കി വെക്കുന്നത്. ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ന് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷം ആയിരിക്കുകയാണ്. അപ്പോൾ 2 വർഷം മുന്നേ, അതായത് 2024 മാർച്ച് 13-നായിരുന്നു ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, ഈ ചാനൽ. അപ്പോൾ ഇത് എൻ്റെ 3ാമത്തെ ചാനലാണെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഞാൻ ആൾറെഡി ഒരു കുക്കിംഗ് ചാനൽ വെച്ചിട്ടുണ്ട്. അത് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഡിലീറ്റ് ചെയ്തു. അതിലൊരു 2500 സബ്സ്ക്രൈബർ ആയപ്പോഴാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. അത് മോണിറ്റൈസോ കാര്യങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണിത് യൂട്യൂബിൽ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വ്ളോഗ് ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് കുറേ പേരൊക്കെ ഇങ്ങനെ അഭിപ്രായമൊക്കെ പറയും, നല്ലതും പറയാറുണ്ട്, കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നെ വളരെ വേദനിപ്പിച്ചൊരു സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ഒരാൾ എന്നോട് നേരിട്ട് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് അറിയാവുന്ന എൻ്റെ റിലേറ്റീവിലുള്ള ഒരാളാണ് പറഞ്ഞത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നാട്ടുകാരെ കാണിക്കുന്നത്, മര്യാദയ്ക്ക് ആദ്യം വെച്ചിരുന്ന ആ ഒരു കുക്കിംഗ് ചാനൽ കൊണ്ട് നടന്നാൽ പോരെ എന്നൊരു കാര്യം ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ എന്തോ എനിക്ക് മൂഡ് ഓഫ് ആയിരുന്ന സമയത്താണ് എനിക്കത് കേൾക്കേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് പോലും ചോദിക്കാതെ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ പലരോടും പറഞ്ഞിരുന്നത് ആ ചാനൽ അറിയാതെ ഡിലീറ്റായി പോയി എന്നാണ്. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാനത് സ്വന്തമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്.
പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹസ്ബൻഡ് പോലും അറിയുന്നത് ചാനൽ ഡിലീറ്റ് ആയിരുന്നു. അപ്പം എന്നെ ഹസ്ബൻഡ് ഒരുപാട് വഴക്ക് പറഞ്ഞു, എന്തിനാണ് വെറുതെ ഡിലീറ്റ് ചെയ്തത്, ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട്. അതും മാത്രമല്ല, പറഞ്ഞ വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് അവർ എന്നോട് സ്നേഹത്തോടെ പറയുന്നതാണെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. ഇത് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഇന്നും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, ഇന്നിപ്പോൾ ആ ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലിപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബർ ആവുകയും അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസാണ് അന്ന് ഇട്ടുകൊണ്ടിരുന്നതെന്നും. പിന്നെ അന്ന് നമുക്ക് ഈ ഫോണൊന്നും അല്ലായിരുന്നു കേട്ടോ. എൻ്റെ ഒരു പഴയ ഒരു വിവോയുടെ ഫോണാണ് ഉണ്ടായിരുന്നത്. വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നാലും റെഗുലറായിട്ട് ഞാൻ 1 വർഷത്തോളം വീഡിയോ ഇട്ടതാണ്. ഏകദേശം അതിലൊരു എനിക്ക് തോന്നുന്നു ഒരു 2000 അടുപ്പിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് എന്തോ ആണ് ഞാനത് ഡിലീറ്റ് ചെയ്തത്. ഹസ്ബൻഡിനായിരുന്നു ഭയങ്കര വിഷമം. പിന്നീട് എന്നെ പുള്ളി ഒരുപാട് വഴക്ക് പറഞ്ഞു കേട്ടോ. ഒരിക്കലും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാഷൻ വേണ്ടാന്ന് വെക്കരുത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തിനാണത് ഡിലീറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി. പിന്നെ ഇതിനിടയിലുണ്ടല്ലോ, ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഞാൻ കർഡ് റൈസാണ് ഉണ്ടാക്കിയത്. തൈര് സാധം ഇല്ലേ, അതിപ്പം നല്ല ചൂടായ കാരണം കൊണ്ട് കുറച്ച് പഴയ ചോറ് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അത് ഞാൻ തണുപ്പൊന്നും മാറാതെ തന്നെ ഫ്രിഡ്ജിൽ ഒന്ന് എടുത്തിട്ട് ഉടനെ തന്നെ മിക്സിയിലൊന്ന് അരച്ചെടുത്തു. ഒരുപാട് നല്ലതായിട്ട് അരയ്ക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് തൈര് മിക്സ് ചെയ്ത്, ഒരു തട്ടിക്കൂട്ട് തൈര് സാധമാണ് കേട്ടോ. പിന്നെ കടുക് താളിച്ച് അതിനകത്ത് തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊന്നും ചേർക്കണ്ട, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് തൈര് കുറച്ച് കൂടുതൽ തന്നെ ചേർത്തിട്ട് ഈ ചോറിലോട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു തട്ടിക്കൂട്ട് തൈര് സാധനം ഉണ്ടാക്കിയത്. ഇപ്പം നല്ല മടിയാണ് കേട്ടോ ഉച്ചയ്ക്ക് ജോലി ചെയ്യാനായിട്ട്. കാരണം ഈ ചൂടുള്ള കാരണം കൊണ്ടാണ്. അപ്പം ചൂട് സമയം തുടങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചൂടായ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചോളാം കേട്ടോ. പിന്നെ പൊന്നി റൈസിലുള്ള ചോറായിരിക്കണമെന്ന് മാത്രം. നാട്ടിലെ റൈസ് തൈര് സാധനം വെക്കാനായിട്ട് കൊള്ളത്തില്ല. പിന്നെ ഒരച്ചാറോ പിന്നെ പൊട്ടറ്റോ ഫ്രൈയോ ചേന മെഴുക്ക് വരട്ടിയോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം കഴിക്കാൻ നല്ലതാണ്. ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഫ്രൂട്ട്സും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പം ഞാനത് കഴിക്കാൻ നേരത്തെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതേ നമുക്ക് ബാക്കി ജോലികളും ചെയ്യാം. പറഞ്ഞു വന്ന കാര്യം കൂടി ഞാൻ പറയാം. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോയാലും നമ്മുടെ ഇത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് കുറേ ആളുകൾ വരും. അപ്പോൾ നല്ലതും പറയും മോശവും പറയും. അപ്പോൾ അന്നൊന്നും എനിക്ക് ഒട്ടും ഇത്രയും ചിന്തിക്കാനുള്ളൊരു കഴിവോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതെല്ലാം അപ്പാടെ വിഴുങ്ങുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ബോൾഡ് അല്ലായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും കളിയാക്കുകയോ ചെറുതായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഞാനങ്ങ് വിഷമിക്കും. പിന്നെ കുറേ ദിവസത്തേക്ക് അതും കൊണ്ടിരിക്കും. ഞാൻ ഒരുപാട് വീട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ നഷ്ടം ആർക്കാണ് ഉണ്ടായത്? എനിക്കല്ലേ. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നീട് ഇപ്പോൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു കാരണം തന്നെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ചാനൽ ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്നിട്ട് ഒരു ചേച്ചി, ഗംഗ എന്നാണ് പേര്, എനിക്ക് കമൻറ്റ് ഇട്ടു ഇതുപോലെ, ഇനി എന്താ വീഡിയോ ഒന്നും ചെയ്യില്ലേ, വീഡിയോ ഇനി ഉണ്ടാവില്ലേ, വീഡിയോസ് ഇനി ഇടണം, എത്രയും പെട്ടെന്ന് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും തോന്നി. കാരണം എൻ്റെ വീഡിയോ കാണാനായിട്ട് ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. ആ ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. കാരണം കാണാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത്. പിന്നെ അതിനുശേഷം ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം എൻ്റെ ചാനലിലേക്ക് വന്ന 2 കുട്ടികളാണ് ഷബാനയും നിവേദയും. അവരെ രണ്ടുപേരെയും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് കമൻ്റ് അറിയിക്കുകയും എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കുറേ മിസ്റ്റേക്കുകളും തെറ്റുകളും എല്ലാം ഞാനും വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും വരുത്തുന്നുണ്ട്. പക്ഷെ എന്നാലും എന്നെ സഹിച്ച് എൻ്റെ വർത്തമാനമൊക്കെ കേട്ടിരുന്ന് എന്നെ ഡെയിലി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചേച്ചി വീഡിയോ ഇടണം നിർത്തരുതെന്ന് പറയുന്ന 2 വ്യക്തികളായിരുന്നു അവർ. പിന്നെ അതുപോലെ തന്നെ തുടക്കം മുതലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, പഴയ ചാനൽ തൊട്ടേ സപ്പോർട്ട് ചെയ്യുന്ന 2 പേരുണ്ട്. ഒന്ന് ജസ്ന എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി, പിന്നെ രജി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി. ഇവർക്ക് 2 പേർക്കും യൂട്യൂബ് ചാനൽ ഉള്ളതാണ്. അപ്പോൾ അവരും എന്നെ ആദ്യം തൊട്ടേ സപ്പോർട്ട് ചെയ്യുന്ന 2 ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് മോണിറ്റൈസ്ഡ് ആക്കാനായിട്ട് പറ്റി. അത്
അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. കാരണം ഒരു വർഷത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്നെ പോലെ ഒരാളിന്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലോ മറ്റു സോഷ്യൽ മീഡിയയിലോ ഒന്നിലും ആക്റ്റീവ് അല്ലാത്ത എന്നെ പോലൊരു വ്യക്തിക്ക് അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രമാണ് എനിക്കതിന് പറ്റിയത്. അപ്പോൾ എനിക്ക് സമയം ഉണ്ടായിട്ടല്ല ഞാൻ ഈ ചാനൽ വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഉള്ള സമയത്തിന് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് കിട്ടുന്ന സമയത്തിനാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണല്ലോ. പിന്നെ മാത്രമല്ല ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നേക്കാളും നല്ലതല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്നത്. ഞാൻ ഈ ചാനൽ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെയും എല്ലാ ആഴ്ചയിലും 3 ദിവസം കൃത്യമായിട്ടുള്ള ലോങ് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. പലപ്പോഴും എനിക്ക് ശരീരത്തിന് സുഖമില്ലാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നല്ല പനിയും ചുമയും നല്ല ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് പോലും ഞാൻ അങ്ങനെ റെസ്റ്റ് എടുക്കാറില്ല. അത്രയ്ക്കും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ അത്രയും ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നത്. എന്നെക്കൊണ്ട് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇടാതെ ഇരിക്കുള്ളൂ. അതും ഈ കഴിഞ്ഞ ഒരാഴ്ചയാണ് എനിക്ക് അങ്ങനെ സമയത്തിൽ വ്യത്യാസം വന്നു പോയതും. മനുഷ്യൻ്റെ കാര്യമല്ല, നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ വരുമല്ലോ. അതും മാത്രമല്ല വൈഫൈയുടെ കണക്ഷൻ അന്ന് കട്ടായി, പിന്നെ പല കാര്യങ്ങളും കൊണ്ട് പിന്നെ വീഡിയോ ഇടാത്തതാണ്. അപ്പം ഒരു ദിവസത്തെ വീഡിയോ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ റീസെൻ്റ് ആയിട്ട് അതിൽ നിന്നൊരു വരുമാനവും കിട്ടി. ആദ്യത്തെ എൻ്റെ യൂട്യൂബ് ഏണിങ്സും കിട്ടി. കഴിഞ്ഞ ദിവസവും എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, പൈസ കിട്ടി തുടങ്ങിയെന്ന്. അപ്പോൾ ഒരേ ഒരു തവണ എനിക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാനൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, അന്ന് ആ 2 ചാനലുകൾ നഷ്ടപ്പെട്ടെങ്കിലും അതിൽ ഞാൻ ഒരുപാട് വേദനിച്ചെങ്കിലും ഇന്നിപ്പോൾ ഈ ഒരു ചാനൽ വഴി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കുറേ നല്ല കാര്യങ്ങൾ നടന്നു. മോണിറ്റൈസ് ആയി, ഏണിങ്സ് കിട്ടി, പിന്നെ കുറേ നല്ല സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടി. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നേക്കാളും എൻ്റെ സഹോദരിമാരാണ് എല്ലാവരും. അങ്ങനെ കുറേ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന കുറേ മനുഷ്യരെ എനിക്ക് ഇതിൽ നിന്നും പരിചയപ്പെടാനായിട്ട് സാധിച്ചു. ആരുമായിട്ടും പേഴ്സണലായിട്ട് ഒരു കോണ്ടാക്റ്റും ഞാൻ വെക്കില്ല. പക്ഷേ ഈ ചാനൽ ഉള്ളിടത്തോളം കാലം, കമൻറ്റ് ബോക്സ് ഓൺ ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് പറയാം നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം എനിക്ക് ഊട്ടി ഉറപ്പിക്കാനായിട്ട് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു ചാനൽ കൊണ്ട് നേടിയൊരു കാര്യം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ ഇന്ന് എന്നെ ഈ പറഞ്ഞ ആളുകൾക്ക് അറിയില്ലായിരിക്കും അല്ലേ. അപ്പം എന്നെ അറിയപ്പെടാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചത് എൻ്റെ ഈ ചാനലാണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴും ആലോചിക്കും. ഇന്ന് ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എന്നെ എൻഗേജ്ഡ് ആക്കി വെച്ചേക്കുന്ന ഈ ഒരു ചാനൽ മാത്രമാണ് കേട്ടോ. അത് എനിക്ക് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും ഞാൻ. കാരണം പലപ്പോഴും ഞാനിങ്ങനെ ഒന്നും ചെയ്യാനില്ലാതെ വിഷമിച്ചിരുന്നപ്പോൾ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആലോചിക്കുകയാണ്, പണ്ട് തൊട്ടേ ഈ ചാനൽ തുടങ്ങേണ്ടതായിരുന്നു എന്ന്. ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിലല്ല കാര്യം. നമുക്ക് എന്ത് തന്നെ ഗ്രോത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ മാറും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. വെറുതെ ഇരിക്കരുത് എന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. മറ്റേത് വെറുതെ ഇരിക്കുമ്പോൾ പല പ്രശ്നങ്ങളാണ്. വീട്ടിൽ ചെറിയ ചെറിയ വഴക്കുകൾ വലുതാവും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, സമാധാനക്കുറവ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും വീട്ടമ്മമാരായ നമ്മളപ്പം. ഞാൻ അങ്ങനെയൊക്കെ കുറേ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം, യൂട്യൂബിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് എന്നെ ബിസി ആക്കി വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് എന്നെ ഒരു വലിയൊരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഈ ഉള്ളവരൊക്കെ 1,00,000 സബ്സ്ക്രൈബേഴ്സിന് തുല്യമാണ് കേട്ടോ. കാരണം നമ്മുടെ ചാനലിൽ വരുന്ന അത്രയും നല്ല കമൻസുകളാണ്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന കുറേ പേരുണ്ടെന്നറിയാം. ഒരാളിൽ നിന്ന് തുടങ്ങിയ ഒരു ചാനലാണിത്. ഇന്നിപ്പോൾ ഒരുപാട് പേർക്ക് ആതിര എന്ന വ്യക്തി അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് നടക്കുന്നതിൽ ഒരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കവിത ചേച്ചിയാണ് എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നത്, ആതിര പണ്ടേ ഇങ്ങനെ ആയിരുന്നു, മോട്ടിവേഷനൊക്കെ പറയുമായിരുന്നു ചോദിച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിരുന്നു. ഞാൻ ചെറിയ പ്രായത്തിൽ ഞാനൊരു 3rd സ്റ്റാൻഡേർഡൊക്കെ ആയ സമയത്തേ, കൊച്ചിലേ തൊട്ടേ അച്ഛൻ ഇങ്ങനെ എനിക്ക് എപ്പോഴും ഓരോരോ കഥകൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ എപ്പോഴും എന്നെ ഇങ്ങനെ അഡ്വൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അന്ന് അച്ഛൻ ഇങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ വലിയ ലെസൺസ് ആണെന്നോ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഉപയോഗമുള്ള കാര്യങ്ങളാണെന്നൊന്നും അറിയത്തില്ല. അച്ഛൻ ഇങ്ങനെ ചെറുകഥകൾ പോലെയാണ് പറഞ്ഞു തരുന്നത്. അതിങ്ങനെ പറഞ്ഞു കേട്ട് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, എൻ്റെ മനസ്സിലും ഉള്ളിൽ അറിയാതെ ഒരു
മറ്റുള്ളവരെ നല്ലത് പറഞ്ഞു കൊടുക്കാനും, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്. കൊച്ചിലെ തൊട്ടല്ല, ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജൊക്കെ ആയ സമയത്താണ് കൂടുതലും ഞാൻ മറ്റുള്ളവരോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പം എന്നെ നേരിട്ട് പരിചയമുള്ള എൻ്റെ കോളേജ് സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെ ആയിരുന്നു. ഒരു പക്ഷേ ഞാൻ 10th-ലും +2-നും പഠിക്കുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. കാരണം ആതിര എന്ന വ്യക്തിയിലുണ്ടായ വലിയൊരു മാറ്റമാണ് കോളേജ് ലൈഫിൽ ഞാൻ തന്നെ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയത് കേട്ടോ. കാരണം ജീവിതത്തിൻ്റെ പല യാഥാർത്ഥ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണല്ലോ നമ്മുടെ കൗമാര പ്രായമാണ്. ഞാൻ പഠിച്ചത് വുമൻസ് കോളേജിലാണ്, ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ ഞാനിങ്ങനെ കേൾക്കാനും അനുഭവങ്ങൾ അറിയാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അച്ഛൻ എന്നോട് പണ്ടെപ്പോഴും പറയും, നമ്മുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കരുത്, മറ്റുള്ളവരുടെ വിഷമങ്ങളും വേദനകളും നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കണം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ അച്ഛനാണ് എന്നെ പണ്ട് തൊട്ടേ അഡ്വൈസ് ചെയ്തത് കേട്ടോ. പിന്നെ അത് കോളേജിൽ അങ്ങനെ പറയും, അതുപോലെ തന്നെ ഫ്രണ്ട്സിനോട് പറയും, അതുപോലെ അവർ എന്നെ അഡ്വൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറേ ഉപദേശങ്ങളും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തും വളർന്നും അങ്ങനെയൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ് ലൈഫിലോട്ട് വന്നതിന് ശേഷം പല പ്രശ്നങ്ങൾ വന്നപ്പോഴും ഇപ്പോഴും അച്ഛനെ വിളിച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈഫിൽ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ പോലും ഞാൻ മറ്റുള്ള ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ഈവൻ എൻ്റെ ഹസ്ബൻഡിനെ പോലും ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിന് എൻ്റെ അച്ഛനോട് തന്നെയാണ് എനിക്ക് നന്ദി പറയേണ്ടത്. കൊച്ചിലേ തൊട്ട് നമുക്ക് തന്ന ഒരു ഉപദേശം കൊണ്ടാണ് ഇപ്പോഴും നമുക്ക് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ എൻ്റെ വിഷമങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് ഞാൻ അങ്ങനെ വിഷമിപ്പിക്കുന്ന ഒരാളും അല്ല, എനിക്കത് ഇഷ്ടവുമല്ല എന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ വിഷമങ്ങൾ ഞാൻ കേൾക്കാതെ ഇരിക്കില്ല. അവർക്ക് എന്നാൽ കഴിയുന്ന സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം തികഞ്ഞവളാണെന്നും അഹങ്കാരത്തോടു കൂടിയുള്ള വർത്താനം അല്ല ഇത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ പിന്നീട് ലൈഫിൽ അങ്ങനെ എനിക്ക് കുറേ കാര്യങ്ങൾ നേരിടാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാനൊരിക്കൽ ഇങ്ങനെ എന്തോ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് 1-2 പേര് കമന്റ് ഇട്ടു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് പഴയ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന്. അപ്പം ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വീഡിയോയിലും ഓരോരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അത് ഞാൻ പറയുന്നതിനപ്പുറം നിങ്ങൾക്കും പറയാനുള്ള ഒരു അവസരം ഞാൻ കമന്റ് ബോക്സിൽ തരികയും ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാറുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ചാനലായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്കും സന്തോഷമായത് കേട്ടോ. അപ്പോൾ അത് ആ ചേച്ചി ചോദിച്ചപ്പോൾ ഞാൻ എന്നെ റിപ്ലൈ കൊടുത്തിരുന്നു. എന്നാലും കുറച്ച് പേർക്കെങ്കിലും തോന്നും ചിലപ്പോൾ ഞാനിതൊക്കെ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതാണെന്ന്. ഒരിക്കലും അല്ല. എന്നെ നേരിട്ട് അറിയാവുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് എന്നെക്കുറിച്ച് നല്ലപോലെ അറിയാം ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ചിലരൊക്കെ വിചാരിക്കുന്നത് ഞാൻ വെറുതെ വന്ന് പ്രസംഗിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ കിടന്ന് പ്രസംഗിക്കുന്നതൊന്നും അല്ല. അപ്പോൾ നമുക്കറിയാം എന്താ പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണമെന്ന്. നിങ്ങൾക്കത് ഇഷ്ടമാവുന്നത് കൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും ഓരോ വീഡിയോയിലും ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പം മറ്റുള്ളവരുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുമ്പോൾ നമുക്കും അതിൽ നിന്ന് കുറേ ലെസൺസ് കിട്ടും. നമ്മളെല്ലാം തികഞ്ഞവരല്ലല്ലോ. നമുക്ക് ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ ഓരോരുത്തരിൽ നിന്നും പഠിക്കാനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ വിശേഷങ്ങൾ കേട്ടോ. 2 വർഷം കൊണ്ട് ഞാൻ എന്നിലുണ്ടാക്കിയ കുറേ മാറ്റങ്ങളുണ്ട്. കുറേ നല്ല മാറ്റങ്ങളാണ്. അത് എനിക്ക് പറഞ്ഞാൽ പോലും അറിയിക്കാൻ പറ്റാത്ത അത്രയും മാറ്റങ്ങളാണ് ഈ ചാനൽ വഴി എനിക്ക് ഉണ്ടായിട്ടുള്ളത്. മെൻ്റലി ഒരുപാട് സ്ട്രോങ് ആവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉള്ളവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങളിൽ പലർക്കും നമ്മുടെ വീഡിയോ കാരണം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാനും ഹാപ്പി ആയത്. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നിയേട്ടാ. 2 വർഷത്തെ ആനിവേഴ്സറി ആയതുകൊണ്ടൊന്ന് പറഞ്ഞു പോയതാണ്. പറഞ്ഞത് കുറച്ച് കൂടി പോയി എന്ന് തോന്നുന്നല്ലേ. അപ്പോൾ അതേ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആമിക്ക് സ്കൂളുള്ള ദിവസമാണ്, സാറ്റർഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നല്ലോ നമ്മൾ സ്പാറിൽ നിന്നെടുത്ത ഡ്രസ്സ്. അപ്പോൾ ഈ ഒരു ടോപ്പും ജീൻസിൻ്റെ പാൻറ്റും അതും കൂടി ഇട്ടുകൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ VR ചെന്നൈ തന്നെയാണ് പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് VR ചെന്നൈ മാളിൽ പോകാനാണ് എളുപ്പം. ആമിയെ കൊണ്ടൊരു സിനിമയ്ക്ക് വന്നതാണ്. ഹോപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു 3D മൂവി, കുട്ടികളുടെ മൂവിയാണ്. അപ്പം അത് കാണാനാണ് വന്നത്. അപ്പം അങ്ങനെ ഇവിടെ വന്നു. ഞാൻ ഇതിൻ്റെ കഥയൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം ഹസ്ബൻഡ് എനിക്ക് ഔട്ട്ലൈൻ പോലെ പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടികളുടെ മൂവീസിൽ ഒരുപാട് നല്ല മെസ്സേജസ് കാണും. അപ്പോൾ ഹോപ്പേഴ്സ് മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ വീക്കെൻഡിൽ വല്ലപ്പോഴും ഒക്കെ ഒരു മൂവിക്ക് ഞങ്ങൾ പോകാറുണ്ട്
പോകാറുണ്ട്. അങ്ങനെ അതേ മൂവിക്ക് വന്നു. 3D മൂവി ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഒന്ന് സ്പാറിൽ കയറി. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഡ്രസ്സ് വേണമെങ്കിൽ എടുത്തോളാനായിട്ട്. എനിക്ക് ജീൻസിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടൊരു ടോപ്പ് എടുക്കണമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ 3 ടോപ്പ് ഇട്ട് നോക്കി. അപ്പം ഞാനിതിൽ ഏതാണ് എടുത്തതെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യണേ. അപ്പോൾ ഏതാണെന്നുള്ളത് നമുക്കിനി വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാതെ ഇട്ട് പുറത്ത് പോകുമ്പോൾ. അപ്പോൾ അതേ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എടുത്ത ആ വൈറ്റ് ടോപ്പ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ XL സൈസ് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് വലുതാണ്. L സൈസ് എനിക്ക് മതി. ഞാനിതിലൊരെണ്ണം എടുത്തിട്ടുണ്ട്. ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യും. പിന്നെ ഇത് വേറൊരു ദിവസം, ഇപ്പോഴൊന്നും അല്ല, കുറേ ദിവസം മുന്നേ എടുത്തൊരു ക്ലിപ്പിങ്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഇടാനായിട്ട് മറന്നുപോയേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഫോണിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇതും കൂടി ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഞങ്ങൾ പോകുന്നത്, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മല്ലു ജോയിൻറ്റിൽ നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ അവിടെ വന്നതാണ്. അവിടെ പോയി ഇരുന്ന് കഴിക്കാമെന്നുണ്ട്. ഒരിക്കൽ നമ്മൾ അവിടെ നിന്ന് പാഴ്സൽ മേടിച്ചുകൊണ്ടാണല്ലോ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഇത് അണ്ണാനഗറിലുള്ള ഷോപ്പാണ്. അപ്പോൾ അവിടെ നേരിട്ട് പോയിരുന്ന് നൈറ്റ് ഡിന്നർ അവിടെ നിന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അതത്ര നല്ലതല്ല. എന്നാലും എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പം ഹസ്ബൻഡ് എന്നെ എപ്പോഴും വഴക്ക് പറയും. ഹസ്ബൻഡ് ഞാൻ കുക്കിംഗ് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പം 3 പേരുള്ള ഈ വീട്ടിൽ ഒന്നാമതേ വെക്കുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ അതിലിനി ഒരാളും കൂടി കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ പിന്നെ ക്വാണ്ടിറ്റിയും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് എല്ലാം ചെയ്യും. അപ്പോൾ അത് അങ്ങനെ എന്തായാലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മല്ലു ജോയിൻറ്റിൽ വന്നു. അപ്പോൾ ഇത് നമ്മുടെ കേരള റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വന്ന് രാത്രി കുറച്ച് നേരത്തെ നമ്മൾ വന്നിട്ടുണ്ട്. 7:30 ആയപ്പോൾ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ മുന്നേ എടുത്താണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വ്രതത്തിലായതുകൊണ്ട് നോൺ വെജ് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് വെജിറ്റേറിയൻ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ഹസ്ബൻഡ് മേടിച്ചിട്ടുള്ളത് പൊറോട്ടയും പിന്നെ ഒരു ആലപ്പുഴ കറി എന്ന് പറഞ്ഞിട്ട് ഒരു വെജിറ്റബിൾ കറിയാണ്. സ്റ്റ്യൂ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കഴിക്കുന്നത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. പക്ഷെ പൊറോട്ടയുടെ കൂടെ അത്ര ടേസ്റ്റ് ഇല്ല. അപ്പം എന്തെങ്കിലും എടുക്കണമായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് ഇങ്ങനെ പൊറോട്ടയാണ് മേടിച്ചത്. എനിക്കും ആമിക്കും ചെമ്പാവരിയുടെ പുട്ടും പിന്നെ കടലക്കറിയും. ഇത് വരാനായിട്ട് കുറേ ലേറ്റായി. പുട്ട് അവിടെ ഉണ്ടാക്കി എടുത്തപ്പോഴത്തേക്കും തന്നെ ഹസ്ബൻഡ് ഇവിടെ കഴിച്ചു കഴിഞ്ഞ കേട്ടോ. പിന്നെ നമ്മൾ ലേറ്റായിട്ടാണ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ പുട്ടും കടലക്കറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതൊക്കെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു സുഖം. അതും മാത്രമല്ല നമ്മൾ എന്നും നമ്മൾ ഉണ്ടാക്കിയത് കഴിച്ച് മടുത്തു പോവും. എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തുനിന്ന് കഴിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നാൽ കൊള്ളാമെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീക്ക് മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.